നമസ്കാരം. എ ഫോർ ആൾ ഗുഡ് ഇംഗ്ലീഷ് ടിപ്പ് 3ലേക്ക് സ്വാഗതം. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഇതിൻ്റെ ഇംഗ്ലീഷ് പ്രോവർബ് എന്താണ്? മിക്കവർക്കും അറിയാമായിരിക്കും. അറിവിടാത്തവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ഇത് പറയുക. ഓക്കെ, നമുക്ക് നോക്കാം. ചൊട്ടയിലെ ശീലം ചുടല വരെ. ചൊട്ട എന്ന് പറഞ്ഞാൽ ചെറുപ്രായം, കുഞ്ഞിലെ ചെറുപ്പം മുതൽ. ചുടല എന്ന് പറയുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ അടക്കം ചെയ്യുന്ന കുഴിമാടം, കല്ലറയ്ക്ക ചുടല എന്ന് പറയുന്നത്. അപ്പം കുഞ്ഞിലേ ഉള്ളത് ചുടല വരെ. ഫ്രം ദ ക്രെഡിൽ ടു ദി ഗ്രേവ്. എങ്ങനെ? ഫ്രം ദ ക്രെഡിൽ ടു ദി ഗ്രേവ്. ക്രെഡിൽ എന്ന് പറഞ്ഞാൽ തൊട്ടിൽ, ഗ്രേവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ആ കല്ലറ, കുഴിമാടം. അപ്പം തൊട്ടിൽ മുതൽ, കുഞ്ഞിലെ ജനിച്ച മുതൽ ഇവിടെ കുഴിമാടം വരെ എന്നർത്ഥം. അതായത് നമ്മൾ ചെറുപ്പക്കാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് കവി പാടിയതാണ്. അതായത് കുഞ്ഞിലെ നാം ശീലിക്കുന്ന കാര്യങ്ങൾ നാം പിന്നെ ഒരിക്കലും മറക്കില്ല. നമ്മൾ എത്ര നമ്മൾ മരിക്കുന്നവരെയും ആ ശീലമായിരിക്കും, നല്ലതായാലും ചീത്തയായാലും. അപ്പം നമ്മളെ രക്ഷകർത്താക്കൾ കുട്ടികളെ നല്ല ശീലങ്ങൾ അവർക്ക് പഠിപ്പിക്കണം. അപ്പം നമ്മൾ ഈ പറയുമ്പോൾ നല്ല സത്യസന്ധരാവണം, നല്ലതാണെന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികൾ നികാ സമയത്താണ് ഒരാൾ വീട്ടിൽ വരുന്നത്. അപ്പോൾ അച്ഛൻ പറയണം, അമ്മയുടെ പറയാം, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേരെ. ഇത് കുട്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. അപ്പോൾ കുട്ടി വരും, എന്താ അച്ഛൻ ഇത്രയും നല്ല ശീലം പഠിപ്പിച്ചിട്ട് എന്നെ കള്ളം പറയാൻ ശ്രമിക്കുകയാണല്ലോ. അവൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ളൊരു ബോധം വരും. ഇതായിരിക്കും അവന് അച്ഛന് ചെയ്യാമെങ്കിൽ എനിക്കാകാമല്ലോ എന്നൊരു ഇത് വരും. അതുകൊണ്ട് നാം നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക, അവരെ അത് ജീവിതത്തിലുടനീളം ആ ഒരു ശീലങ്ങളെ അവരെ അത് പരിപോഷിപ്പിക്കുവാൻ വേണ്ടി അവരെ ശീലിപ്പിക്കുക. അതാണ് ഫ്രം ദ ക്രെഡിൽ ടു ദി ഗ്രേവ്. ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പോൾ എ ഫോർ ഗുഡ് ഇംഗ്ലീഷിൻ്റെ ടിപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ടിപ്പുമായി വീണ്ടും സന്ധിക്കാം. അതുവരേക്കും ബൈ.